നമസ്കാരം. മലയാള സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും നിരാശാജനകമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. സിനിമാ താരങ്ങളുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ചക്കളാത്തി പോരാട്ടം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നു. സിനിമയിലെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള യുദ്ധമായി ആരംഭിച്ചത് പിന്നീട് സ്ത്രീ ഭരണത്തിന് വഴിതെളിക്കുകയും എന്നാൽ ആ ഭരണം അട്ടിമറിക്കപ്പെടുകയും ചെയ്തതിൻ്റെ തുടർച്ചയായി സ്ത്രീകൾ തമ്മിലുള്ള പോരാണ് ഇപ്പോൾ തുടരുന്നത്. ഒരു വശത്ത് പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോനും മറുവശത്ത് സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരനും ചേരിതിരിഞ്ഞ് അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി. അതിൻ്റെ മൂല കാരണം ഒരു വശത്ത് അൻസിബയും മറുവശത്ത് ലക്ഷ്മിപ്രിയയും രണ്ട് ചേരികളായി ആരംഭിച്ച യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ പല ഉപകഥകളുമുണ്ടായി. പല കുത്തിത്തിരിപ്പുകാരും ഇവരോടൊപ്പം ചേർന്നു. പല നാടകങ്ങളും ഇതിനിടയിൽ അരങ്ങേറി. ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ആയിരുന്നു ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിൽ നിലവിലുള്ള ഭരണസമിതിയുടെ രാജി. അൻസിബ ഹസന്റെ ഒരു വാട്സാപ്പ് സന്ദേശത്തിന്റെ പേരിൽ ലക്ഷ്മിപ്രിയ പോലീസിൽ കേസ് കൊടുക്കുന്നു. വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് അൻസിബ ഹസനും കേസ് കൊടുക്കുന്നു. എന്നാൽ രണ്ട് കേസും അന്വേഷിച്ച പോലീസ് ഈ രണ്ട് കേസിലും കഴമ്പില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാതെ വിട്ടയക്കുന്നു. എന്തിനേറെ ടിനി ടോമിനെതിരെ അൻസിബ പറഞ്ഞ ജിഹാദി പരാമർശത്തിൽ പോലും കേസുള്ളതായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് അൻസിബ കോടതിയെ സമീപിക്കുകയാണ് തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ട്. കോടതിയിലും പോലീസ് അവരുടെ ഭാഗം വിശദമാക്കി നിലനിൽക്കുന്ന കേസില്ല എന്ന്. ലക്ഷ്മിപ്രിയയ്ക്കും ടിനി ടോമിനുമെതിരെ കേസെടുപ്പിക്കാനുള്ള അൻസിബയുടെ നീക്കം പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ് അമ്മ ഭാരവാഹികൾ തന്നെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. തൻ്റെ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞ് അൻസിബ ശാന്തയായി പിറകോട്ട് മാറിയതായിരുന്നു. അതിനിടയിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയ നടുക്കുന്ന ഒരു അഭിമുഖം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തു. ഈ അഭിമുഖത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അൻസിബയ്ക്കെതിരെ ഉയർത്തി. ഇതുവരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന നിലപാടായിരുന്നു പോലീസിനെങ്കിലും അൻസിബയുടെ പുതിയ പരാതിയിൽ കേസെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല. കാരണം അത്രയ്ക്കും നിയമവിരുദ്ധമായ പ്രസ്താവനയാണ്, നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ലക്ഷ്മിപ്രിയ നടത്തിയത്. അൻസിബയുടെ പരാതി വിശദമായി തന്നെ ഇന്നത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറയുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളതുകൊണ്ടും മുതിർന്ന പോലീസ് ഓഫീസർമാർ ഇത്തരം ആരോപണങ്ങൾ മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ഉത്തരവാദിയാകും എന്ന് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ടും ആ പരാതിയിലെ അശ്ലീല പരാമർശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലക്ഷ്മിപ്രിയ അതിര് കടന്ന് നിയമവിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു. ഇത് അഭിപ്രായ പ്രകടനമല്ല. അൻസിബ എന്ന അവിവാഹിതയായ ഒരു യുവതിയെ അപമാനിക്കാനും സ്വഭാവഹത്യ ചെയ്യാനും അവളുടെ ഭാവിയെ മോശമായി ബാധിക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ലക്ഷ്മിപ്രിയ ഇത് പറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ മോശമായ പരാമർശമാണ്. ഒരു സ്ത്രീയെക്കുറിച്ചും ആരും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് ലക്ഷ്മിപ്രിയ നടത്തിയത്. ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വയ്ക്കുക, അവർക്ക് ഉത്തമ ബോധ്യമുള്ളതാണെന്ന് വയ്ക്കുക, അതിന് തെളിവുണ്ടെന്ന് വയ്ക്കുക. എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിയമപരമായി പറയാൻ വിലക്കുണ്ട്. കാരണം ആ പറയുന്ന പ്രവൃത്തി ക്രൈമല്ല, നേരെ മറിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി അതിരുവിട്ട നീക്കമാണ് ലക്ഷ്മിപ്രിയ നടത്തിയത്. അതേക്കുറിച്ചുള്ള പരാതി പോലീസിനെ ഗൗനിക്കാതിരിക്കാൻ കഴിയില്ല. ലക്ഷ്മിപ്രിയ അതിന് സമാധാനം പറയേണ്ടി വരും. ഇതുവരെയുള്ള കേസുകൾ പിച്ചി, മാന്തി, നുള്ളി എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പരാതി ഗൗരവമുള്ളതാണ്. അൻസിബയുടെ പിന്നിൽ ചില ബാഹ്യശക്തികൾ ഉണ്ടെന്നും സാധുവായ പെൺകുട്ടി ബോധപൂർവം അവരുടെ കെണിയിൽ വീണാണ് പല കാര്യങ്ങളും നീക്കുന്നത് എന്നും ശക്തമായ ആശങ്കയുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞത് അങ്ങേയറ്റം കഠിനമായി പോയി, അങ്ങേയറ്റം ക്രൂരമായി പോയി. ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ അൻസിബയെ മുറിവേൽപ്പിച്ചാൽ അതിൽ അതിശയിക്കേണ്ടതില്ല. അതീവ ഗൗരവമുള്ള കുറ്റകൃത്യം തന്നെയാണ് ലക്ഷ്മിപ്രിയ ചെയ്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലാണ് അൻസിബ പരാതി കൊടുത്തിരിക്കുന്നത്. ആകെ മനസ്സിലാവാത്തത് എന്തിനാണ് അൻസിബ ഇതിലും ശ്വേതാ മേനോന്റെ പേര് വലിച്ചിഴച്ചത് എന്നാണ്. അൻസിബ ന്യായമായും നീതി അർഹിക്കുന്നുണ്ടെങ്കിലും ആ ന്യായത്തിൻ്റെ അകത്തും അന്യായം കൂട്ടിച്ചേർക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയെന്നത് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ അഭിമുഖത്തിൽ ഒരു തരത്തിലും ശ്വേതാ മേനോന് പങ്കില്ല. ശ്വേതാ മേനോൻ ഗൂഢാലോചന നടത്തിയാണ് ലക്ഷ്മിപ്രിയ ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നിലനിൽക്കില്ല. ഒരു കാരണവശാലും ശ്വേതാ മേനോനെ പ്രതി ചേർക്കാൻ പറ്റില്ല.
ഇനി അഥവാ പ്രതി ചേർത്താലും ശ്വേതാ മേനോന്റെ മൊഴിയെടുത്ത് ശ്വേതയെ ഒഴിവാക്കി വിടേണ്ടി വരും. എന്തിനാണ് അൻസിബ നീതി അർഹിക്കുന്ന ഒരു വിഷയത്തിലും അന്യായം കൂട്ടിച്ചേർത്തത് എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അൻസിബയെ സ്വാധീനിക്കുന്ന ചില ബാഹ്യശക്തികൾക്ക്, ചില ദുഷ്ടശക്തികൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ അവർ പല കെണികളും ഒരുക്കും. ആ കെണിയിൽ വീണ്ടും അൻസിബ വീണുപോയി. അല്ലെങ്കിൽ ഇവിടെ കുറ്റകൃത്യം ചെയ്തത് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയയെ 1-ാം പ്രതിയാക്കിയും സുകുമാരൻ എന്ന ചാനൽ ഉടമയെ 2-ാം പ്രതിയാക്കിയും കേസ് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ആ കേസിലേക്ക് ഗൂഢാലോചന എന്ന് പറഞ്ഞ് ശ്വേതാ മേനോനെ ചേർത്തത്? ഇങ്ങനൊരു അഭിമുഖം അൻസിബയ്ക്കെതിരെ കൊടുക്കണമെന്ന് ശ്വേതാ മേനോൻ എവിടെയെങ്കിലും പറഞ്ഞതിന് തെളിവുണ്ടോ? ഇങ്ങനൊരു അഭിമുഖം കൊടുക്കാൻ ലക്ഷ്മിപ്രിയയെ ശ്വേതാ മേനോൻ നിർബന്ധിച്ചതിന് തെളിവുണ്ടോ? അത്തരമൊരു തെളിവുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശ്വേതാ മേനോനെ പ്രതിയാക്കാൻ പറ്റുന്നത്? അതെന്തുമാവട്ടെ, അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. പോലീസ് കേസെടുക്കുക തന്നെ ചെയ്യും. ലക്ഷ്മിപ്രിയ ഗുരുതരമായ പല നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 74, 79 എന്നീ വകുപ്പുകൾ ലക്ഷ്മിപ്രിയയുടെ മേൽ ചുമത്താം. 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണ്. ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദ വുമൺ എന്നതാണ് വകുപ്പ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ. ഒരുപക്ഷെ IT ആക്ടിലെ 79A കൂടി എടുത്തെന്ന് വരാം. 79A എടുത്താൽ അത് ജാമ്യമില്ല വകുപ്പാണ്. പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് ആൻഡ് പ്രൈവസി എന്നതാണ് ആ വകുപ്പ്. ഒരാളെക്കുറിച്ച് അശ്ലീലം പറഞ്ഞാൽ സാധാരണ പോലീസ് ആ വകുപ്പ് ചുമത്താറുണ്ട്. അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ പലപ്പോഴും ഇത്തരം കേസുകളിൽ പോലീസ് IT ആക്ടിലെ 67A ഉൾപ്പെടുത്താറുണ്ട്. 67A ഉൾപ്പെടുത്തിയാൽ അത് ജാമ്യമില്ല വകുപ്പാണ്. മുൻകൂർ നോട്ടീസ് കൊടുക്കാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാൻ കഴിയും. ലക്ഷ്മിപ്രിയ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. നാവ് നിയന്ത്രിക്കാത്തവർ എവിടെയെങ്കിലും പിടിക്കപ്പെടും എന്നതിന് തെളിവാണ് ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശ്വേതാ മേനോനെ അനാവശ്യമായി ഈ കേസിൽ വലിച്ചിഴച്ചതിനോട് വിയോജിക്കുമ്പോഴും ലക്ഷ്മിപ്രിയയുടെ നിയമവിരുദ്ധമായ പരാമർശങ്ങൾക്കെതിരെ അൻസിബ നടത്തുന്ന നിയമ പോരാട്ടത്തിന് പിന്തുണയുണ്ട്.